വഴക്ക് കൂടി 2 റൂമുകളിലേക്ക് കിടക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ പോലും കണ്ടിട്ടില്ലേ? ആക്ച്വലി 2 റൂമുകളിലേക്ക് കിടക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുന്നുണ്ടോ? നോർമലി നമ്മൾ പറയുന്നത് കപ്പിൾസ് തമ്മിൽ എന്തൊക്കെ പൊരുത്തക്കേടുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് കിടക്കണം, ഉറങ്ങണം എന്നുള്ളതാണ്. പക്ഷെ പുതിയ പഠനങ്ങൾ പറയുന്നത് ആൾക്കാർ ഇതിനെപ്പറ്റി റീതിങ്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം? മോശം ഉറക്കമാണെങ്കിൽ മൂഡും ഭയങ്കര മോശമായിരിക്കും. അത് മോശം വഴക്കിലോട്ടേക്കും ചെന്നെത്തിക്കും. ഇതിനെയാണ് സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. പാർട്ട്ണറിൻ്റെ കൂർക്കം വലി, 2 പാർട്ട്നേഴ്സ് തമ്മിലുള്ള സ്ലീപ്പ് സ്കെഡ്യൂളിൻ്റെ ഡിഫറൻസ്, കൈയും കാലും എടുത്ത് ദേഹത്ത് വെക്കുന്നത്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിന്നീട് ഇറിറ്റേഷനിലോട്ടേക്കും മിസ്കമ്മ്യൂണിക്കേഷനിലോട്ടേക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ടേക്കും പിന്നീട് അത് ഇമോഷണലി ഡിസ്റ്റൻ്റ് ആവുന്നതിലൊക്കെ കാരണമാവുന്നുണ്ട്. ഒരു സോക്കോൾഡ് പെർഫെക്റ്റ് സെറ്റപ്പിൽ കാലാകാലം പോകുന്നതിനേക്കാൾ നല്ലത് കപ്പിൾസിന് എന്താണോ വേണ്ടുന്നത് അത് അവർ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഗെസ് വാട്ട്? പഠനങ്ങൾ പറയുന്നത് നന്നായിട്ട് ഉറങ്ങുന്ന ദമ്പതികൾക്കാണ് ഇമോഷണലി കണക്റ്റഡായ, ക്ഷമയുള്ള, സന്തുഷ്ടരായ പാർട്ട്നേഴ്സ് ആവാൻ പറ്റുന്നത്. അപ്പുറത്തിപ്പുറത്ത് റൂമിൽ കിടക്കുന്നതല്ല പ്രശ്നം, നന്നായിട്ടുള്ള ഉറക്കം കിട്ടാത്തതാണ് പ്രശ്നം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.